ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4 ഇയർ ഡിഗ്രീനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് 2 ടൈപ്പ് ഡിഗ്രിയൊക്കെ ചിലടത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, 3 ഇയർ ഡിഗ്രിയും 4 ഇയർ ഡിഗ്രിയും. അപ്പോൾ സ്റ്റുഡൻസ് കൂടുതൽ വരെ ചോദിക്കുന്ന കാര്യമാണ്, ഇതിലേത് ഡിഗ്രി എടുക്കണം, 4 ഇയർ എടുത്താൽ നല്ലതാണോ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള 4 ഇയർ ഡിഗ്രീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബേസിക്കലി ഇൻഫോടെക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഡിഗ്രി അഡ്മിഷൻ സർവീസസ് ആണ് ചെയ്യുന്നത്. നിലവിൽ ഈ 2 യൂണിവേഴ്സിറ്റികളിലും 4 ഇയർ ഡിഗ്രി അവൈലബിൾ ആണ്. ഇതിന് പുറമേ തന്നെ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സർവകലാശാലകളും ഓൾറെഡി 4 വർഷത്തെ ബിരുദ പ്രോഗ്രാംസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമാണ് ഈ ഒരു 4 ഇയർ ഡിഗ്രി കൊണ്ടുവന്നത്. കഴിഞ്ഞ വർഷം തൊട്ടാണ് യൂണിവേഴ്സിറ്റികളിൽ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാംസ് വന്നു തുടങ്ങിയത്. നമുക്ക് ഷോർട്ട് ഫോമിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 3+1 ഡിഗ്രി എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ആദ്യത്തെ 3 വർഷം സാധാരണ നിങ്ങളൊരു ഡിഗ്രിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ അത്രയാണ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. 4ാമത്തെ വർഷം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ 4 ഇയർ ഡിഗ്രി എടുത്ത് 4ാമത്തെ വർഷം ആവുന്ന സമയത്ത് നിങ്ങൾ എടുത്തിട്ടുള്ള പ്രോഗ്രാം ഏതാണോ, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഏതാണോ, ആ ഒരു സബ്ജക്റ്റിലെ കുറച്ചുകൂടെ ആഴത്തിലിറങ്ങി ചെന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസരമാണ് 4 വർഷ ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ റിസർച്ച് മേഖലകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്കുള്ള ഹയർ സ്റ്റഡീസ് നോക്കുന്ന ആളാണെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നിങ്ങൾക്കത് സഹായകരമാവുന്നതാണ്. ഇനി 4 ഇയർ ഡിഗ്രി കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് പറയാം. 4 ഇയർ ഡിഗ്രി എടുത്തു കഴിഞ്ഞ് 4 വർഷവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഹോണേഴ്സ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കരുതും ഈ ഒരു ഹോണേഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നല്ലേ. അപ്പോൾ 4 വർഷം ഡിഗ്രി എടുത്ത് 4 വർഷവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് PhDയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും. സാധാരണ PhDയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കണമെങ്കിൽ ഡിഗ്രിയും കഴിഞ്ഞ് ആ ഒരു സ്റ്റുഡൻറ്റ് PGയും കംപ്ലീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ PGയുടെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു സ്റ്റുഡൻറ്റിനാണ് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ 4 ഇയർ ഡിഗ്രി നിങ്ങൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ PGക്ക് പോവാതെ തന്നെ PhDയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് 1 വർഷം അവിടെ ലാഭിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിന് പുറമേ തന്നെ വിദേശ രാജ്യങ്ങൾ പലരും 4 ഇയർ ഡിഗ്രിയാണ് നിലവിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട്. അപ്പോൾ വിദേശത്തൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ 4 ഇയർ ഡിഗ്രി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. 4 ഇയർ ഡിഗ്രി എന്ന് പറയുമ്പോൾ ചില സ്റ്റുഡൻസ് പറയുന്ന കാര്യമാണ്, അത് PG കൂടെ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത്. PGക്ക് നമുക്ക് അതിന് പോവേണ്ട ആവശ്യമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, 4 ഇയർ ഡിഗ്രി അത് ഒരു ഡിഗ്രിയാണ്. 4th ഇയറിൽ റിസർച്ച് കാര്യങ്ങൾ പഠിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷേ 4 ഇയർ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നത് കൊണ്ട് തന്നെ അതിനുശേഷം PG 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ലാറ്ററൽ എൻട്രി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു സംവിധാനമുണ്ട്. 4 ഇയർ ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ്ലി PGയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ക്രെഡിറ്റ്സ് അവിടെ മാറി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ 1 വർഷം PG കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മറ്റൊരു ഉപയോഗം നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും കോസ്റ്റും ലാഭിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണം, നിങ്ങൾ 4 ഇയർ ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ 4ാമത്തെ വർഷം നമ്മൾ നോർമലി കൊടുക്കുന്ന ഡിഗ്രിയുടെ ഫീസ് തന്നെയാണ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് PGക്ക് 2 ഇയർ വരുന്ന PGക്കാണ് പോകുന്നതെങ്കിൽ PGയുടെ ഫീസ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അപ്പോൾ ആ 1 ഇയറിലെ ഫീ ഡിഗ്രിയുടെ ഫീ ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫീസ് ലാഭിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ PhDക്കൊക്കെ അപേക്ഷകൾ സമർപ്പിക്കുകയാണെങ്കിൽ 1 വർഷം നിങ്ങൾക്ക് സമയവും അവിടെ ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സിറ്റ് ഓപ്ഷൻ. എന്തുകൊണ്ടാണ് ഈ ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഡിഗ്രി ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിലേക്കൊക്കെ വരുന്നത് മിക്ക കുട്ടികളും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും. അപ്പോൾ ആ സ്റ്റുഡൻസിന് 4 ഇയർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. കാരണം പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിങ്ങൾ 4 വർഷം പഠിച്ചാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വിഷമമുള്ള കാര്യമായിരിക്കും അല്ലേ. അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം 4 ഇയർ ഡിഗ്രിയിൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഈ ഒരു എക്സിറ്റ് ഓപ്ഷൻ എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾ 4 ഇയർ ഡിഗ്രിയിലേക്കാണ് അഡ്മിഷൻ എടുത്തതെന്ന് കരുതുക. 1ാമത്തെ വർഷം കഴിഞ്ഞു, 2ാമത്തെ വർഷം കഴിഞ്ഞു, 3ാമത്തെ വർഷവും കഴിഞ്ഞു. ആ സമയത്ത് നിങ്ങൾക്ക് 4ാമത്തെ വർഷത്തിലേക്ക് തുടർ പഠനം നടത്താനായിട്ട് ആഗ്രഹമില്ല, അല്ലെങ്കിൽ 4 ഇയർ ആയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമില്ല, പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം എന്ന് തോന്നുവാണെങ്കിൽ 3ാമത്തെ വർഷം നിങ്ങൾക്ക് എക്സിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കോഴ്സ് അവിടെ വെച്ച് നിർത്തി ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെ 3 വർഷം കൊണ്ടാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ സാധാരണ മുമ്പത്തെ പോലുള്ള ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണമെന്ന് കരുതുന്ന സ്റ്റുഡൻസിന് ഈ 3 വർഷം കൊണ്ട് എക്സിറ്റ് ഓപ്ഷൻ അടിച്ച് സർട്ടിഫിക്കറ്റ്
എടുക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ആ ഒരു ടൈമിൽ അങ്ങനെയുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി തരുന്നതാണ് കേട്ടോ. അപ്പോൾ 4ാമത്തെ വർഷത്തിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം? 4ാമത്തെ വർഷത്തേക്കുള്ള ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. 3 വർഷം കൊണ്ട് അവിടെ നിർത്താം. അത്രേ ഉള്ളൂ. 4 ഇയർ ഡിഗ്രിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഈസി ക്രെഡിറ്റ് ട്രാൻസ്ഫർ. മുമ്പൊക്കെ നമ്മൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ 4 ഇയർ ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. 4 ഇയർ ഡിഗ്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഡിഗ്രിയുടെ സ്ട്രക്ചർ. നിങ്ങൾ 4 ഇയർ ഡിഗ്രിയിൽ അഡ്മിഷൻ എടുത്തു 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്തു പാസ്സായ സമയത്ത് നിങ്ങൾക്ക് 2ാമത്തെ വർഷത്തിലേക്ക് പോകാൻ ആഗ്രഹമില്ല, അവിടെ വെച്ച് ഡിഗ്രി സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഫീ അടച്ചത് വെറുതെ ആവില്ല. കാരണം 1 വർഷം കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സിനുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. നമുക്കറിയാമല്ലോ, ഈ 6 months 1 year ഉള്ള ഇങ്ങനെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള പ്രോഗ്രാം ഇല്ലേ, അതുപോലെയുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി 1 year കഴിഞ്ഞു, 2 വർഷം കംപ്ലീറ്റ് ചെയ്ത സമയത്താണ് നിങ്ങൾക്ക് കോഴ്സ് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ, 2 വർഷത്തെ മുഴുവൻ സബ്ജക്റ്റുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടച്ച ഫീ അവിടെ വെറുതെ ആവുന്നില്ല. ഇനി 2 വർഷവും കഴിഞ്ഞ് 3 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. 3 വർഷത്തിലുള്ള നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്ന എല്ലാ സബ്ജക്റ്റും അസൈൻമെൻറ്റ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, പാസ്സായി. അവിടെ വെച്ച് നിങ്ങൾക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഡ്രോപ്പ് ചെയ്യാം. 3 വർഷത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാധാ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 3 വർഷം തീരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് 4ാമത്തെ വർഷവും കവർ ചെയ്യണം, അടുത്ത ഇയറിൽ PhDക്കൊക്കെ അപേക്ഷ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ 4ാമത്തെ വർഷത്തിലേക്കുള്ള ഫീ അടയ്ക്കാം. 4 ഇയർ കൊണ്ട് 4 വർഷത്തെ ബിരുദ ഹോണേഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു 4 ഇയർ ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഫീ അടച്ചു കഴിഞ്ഞാൽ 1ാമത്തെ വർഷമോ 2ാമത്തെ വർഷമോ 3ാമത്തെ വർഷമോ ഏത് ഇയറിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അടച്ച ഫീ അവിടെ വെറുതെ ആവുന്നില്ല. പണ്ടുണ്ടായിരുന്ന ആ ഡിഗ്രിയൊക്കെ നോർമലായിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 1 വർഷം മാത്രമേ കോഴ്സ് തുടർന്ന് കൊണ്ടുപോകുന്നുള്ളൂ എങ്കിൽ 1 വർഷം അടച്ച ആ കുട്ടിയുടെ ഫീ അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റും ആ കുട്ടിക്ക് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതിങ്ങനെ 4 ഇയർ ഡിഗ്രി എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ 4 വർഷത്തെ ഡിഗ്രി എടുക്കുന്നതായിരിക്കും നല്ലത്? അപ്പോൾ 3 വർഷത്തെ ഡിഗ്രി ഇനി എടുക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്? നിങ്ങൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ ഡിഗ്രി ഉണ്ടെങ്കിൽ സിലബസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് 4 ഇയർ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഫീസിൽ വളരെ വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഇപ്പോൾ IGNOU യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ 3 ഇയർ ഡിഗ്രി ഉണ്ട്, 4 ഇയർ ഡിഗ്രി ഉണ്ട്. രണ്ടിലും ഏകദേശം ഒരേ ഫീസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പഴയ 3 ഇയർ ഡിഗ്രിയിലേക്ക് പോകുന്നത്? 4 ഇയർ തന്നെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ 4 ഇയർ ഡിഗ്രീനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.